ഹലോ, വേൾഡിലെ ലാർജസ്റ്റ് ഡയറി കമ്പനി ആയിട്ടുള്ള അൽമറായുടെ റിയാദിലെ അൽ ഹർജിലുള്ള മാനുഫാക്ചറിങ് കമ്പനിയാണിത്. ഫ്രം ഫീഡ് പ്രൊഡക്ഷൻ മുതൽ മാനുഫാക്ചറിങ്, പാക്കിംഗ്, ഡിസ്ട്രിബ്യൂഷൻ വരെ ഓവറോൾ 39,000 ക്വാളിറ്റി ടെസ്റ്റ് നടത്തിയിട്ടാണ് ഓരോ പ്രൊഡക്ട്സും അവർ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. 1917 ഓയിൽ ക്രൈസിസ് നടക്കുന്ന ടൈമിൽ ഓയിൽ പ്രൈസ് കൂടിയപ്പോൾ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഫുഡ് പ്രൊഡ്യൂസേഴ്സ് സൗദിയിലേക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുമെന്ന് മനസ്സിലാക്കി 1977 പ്രിൻസ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽമറായി എന്ന ഡയറി കമ്പനി സ്റ്റാർട്ട് ചെയ്തു. മാസ്റ്റോക്ക് ഹോൾഡിംഗ് എന്നൊരു ഐറിഷ് ഫാമിംഗ് കമ്പനിയായി അൽമറായി കൈകോർത്തു. കാലിഫോർണിയ മോഡൽ എന്നൊരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് സൗദിയിലെ ചൂടേറിയ ക്ലൈമറ്റ് മറികടക്കാൻ അൽമറായിക്ക് സാധിച്ചു. അതായത് നല്ല ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളിൽ കന്നുകാലികൾക്ക് നല്ല ഷെൽട്ടറും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റും ഫോളോ ചെയ്തു. ഇങ്ങനെ ചെയ്തതും ഇവരുടെ 300 പശുക്കളും 12,400 ലിറ്റർ മിൽക്ക് പെർ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ആനുവലി 2 ബില്യൺ കിലോഗ്രാം ഓഫ് പ്രൊഡക്ട്സ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് 10,000 വെഹിക്കിൾസ് ഇന്ന് അൽമറായിക്കുണ്ട്. 1,95,000 പശുക്കളുള്ള അൽമറായി ഇന്ന് സൗദി അറേബ്യ, UAE, ഒമാൻ, കുവൈത്ത്, ബഹ്റൈൻ, ജോർദാൻ, ഈജിപ്ത് തുടങ്ങിയ 7 കൺട്രീസ് 220 സ്റ്റോറുകളിൽ 622 പ്രൊഡക്ട്സുകളാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കൊറോണയ്ക്ക് മുമ്പ് വിസിറ്റേഴ്സിന് എല്ലാവർക്കും ഇവരുടെ കൗ ഫാമും വിസിറ്റ് ചെയ്യായിരുന്നു. എന്നാൽ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഇവരുടെ കൗ ഫാം വിസിറ്റിംഗ് അലൗഡ് അല്ല. ഏകദേശം 2,600 ഫ്രഷ് മിൽക്കാണ് ഓരോ മിനിറ്റിലും ഇവിടെ പ്രിപ്പറേഷൻ ചെയ്തെടുക്കുന്നത്. സൗദി അറേബ്യൻ എൻവയോൺമെന്റൽ ആക്ട് പ്രകാരം ഈ പശുക്കൾക്ക് വേണ്ട ഗ്രാസ് സൗദിയിൽ ഉൽപ്പാദിപ്പിക്കാൻ പെർമിഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ USA ആൻഡ് അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളിൽ 10,000 ഏക്കേഴ്സ് ഓഫ് ലാൻഡ് വാങ്ങി അതിൽ ഗ്രാസ് ഉൽപ്പാദിപ്പിച്ചിട്ട് സൗദിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ഇവർ ചെയ്തിരുന്നത്. ഈ പ്ലാന്റിലേക്ക് വിസിറ്റേഴ്സിന് ഡയറക്റ്റ് എൻട്രി ഇല്ല. അപ്സ്റ്റെയറിൽ നിന്ന് ഗ്ലാസ് വിൻഡോ വഴി ഇൻസൈഡ് നടക്കുന്ന എല്ലാ മാനുഫാക്ചറിങ്ങും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഓരോ സെക്ഷനിലും നടക്കുന്ന ആക്ടിവിറ്റീസ് വിൻഡോൻ്റെ പുറത്ത് ഡിസ്പ്ലേയിൽ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ഈ സ്ക്രീനിൽ കാണിക്കുന്നത് ഡിഫറെൻറ്റ് നേഷൻസിലുള്ള അൽമറായി കമ്പനിയുടെ കറണ്ട് ആക്ടിവിറ്റീസും ടൈമുമാണ് ഈ ലൈവായിട്ട് നമുക്ക് കാണിക്കുന്നത്. ഈ കോറിഡോറിൻ്റെ 2 സൈഡിലും ഒരുപാട് കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ ഇവിടെയുണ്ട്. മുൻകൂട്ടി പെർമിഷൻ എടുത്താലും നമുക്കിതിലേക്ക് വിസിറ്റിംഗ് അലൗഡ് ഉള്ളൂ. നമ്മളിവിടെ അൽ ഹർജിലുള്ള കുറച്ച് ഫാമിലീസും ഫ്രണ്ട്സും ബസ്സിലാണ് അവിടെ പോയിട്ടുള്ളത്. എന്തായാലും ഇവിടെ സൗദിയിൽ വന്നിട്ടുള്ളവർക്കറിയാം, നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് അൽമറായി ബ്രാൻഡിൻ്റെ തന്നെയാണ്. അതിന് മെയിൻ റീസൺ ഈ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ പ്രൈസും തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ കൂടെയുള്ള ഫാമിലീസാണ്. അപ്പോൾ നമുക്ക് കൗ ഫാം വിസിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ മക്കൾക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു പ്ലേസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ ഫ്രണ്ട്സൊക്കെ കൂടി അവിടെ നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. നല്ലൊരു ഹാഫ് ഡേ ട്രിപ്പായിരുന്നു ഇത്. നമ്മളെ ഗൈഡ് ചെയ്യാനായി അൽമറായുടെ തന്നെ ഒരു സ്റ്റാഫ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ വന്ന് ഇതിൻ്റെ മാനുഫാക്ചറിങ്ങും ഈ പ്രോസസ്സ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ട്സിൻ്റെ മാനുഫാക്ചറിങ് ആണ് ആ കമ്പനി സ്റ്റേ ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. സോ അതൊക്കെ കഴിഞ്ഞ് അവിടെ നമ്മൾ തിരിച്ചു പോന്നു. അൽമറായി വിസിറ്റ് ചെയ്യുന്ന എല്ലാ വിസിറ്റേഴ്സിനും ഫുഡ് കോംപ്ലിമെൻ്ററി ആണ്. അപ്പം നമ്മൾ ബ്രഞ്ചിൻ്റെ ടൈമിലായിരുന്നു അവിടെ എത്തിയിരുന്നത്. നല്ലൊരു 5 സ്റ്റാർ ലെവലിലുള്ള ബഫേ തന്നെ അവർ നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. വെറൈറ്റി സാലഡ്സ്, ഡിപ്സ്, 2 ടൈപ്പ് റൈസ്, വെജ് കറി, പാസ്ത, ചിക്കൻ ടിക്ക, ഫിഷ്, മട്ടൻ കബാബ്, ചിക്കൻ കബാബ്, അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് റൊട്ടീസ്, അതേപോലെ അറബിക് സ്വീറ്റ്സ്, ഫ്രൂട്ട്സ്. ഇതിനൊക്കെ പുറമെ നമ്മുടെ ഓരോ ടേബിളിലും അൽമറായുടെ ഡിഫറെൻറ്റ് ജ്യൂസസും പുഡിങ്സും ലബനും ഒക്കെ സെറ്റ് ചെയ്തിരുന്നു. ഇതൊക്കെ അൺലിമിറ്റഡ് ആയിരുന്നു. ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ്ങിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു അവർ നമുക്ക് സെർവ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് ഫുഡ്? കബാബ് കേട്ടോ, നോക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.